ഇങ്ങനെ ഒരു റോഡ് ഒരു 40-45 വർഷം മുമ്പേ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ഈ റോഡ് വെട്ടിയ ആൾക്കാരിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരാളാണ് നിൽക്കുന്നത്. നമ്മുടെ കിഴക്കേക്കര, പള്ളിമൺ കിഴക്കേക്കരയിലാണ് വീട്. ഭാസ്കരൻ എന്നാണ് പേര്. ആളിനെ ഒന്ന് കാണിച്ചു തരാം. റോഡാത് ആ കാലഘട്ടത്തിൽ ശരി. റോഡ് വെട്ടുന്നതിന് എല്ലാം എത്രയോ പേര് കിടക്കുമായിരുന്നു അറിയാമോ. കിടക്കും എല്ലാം തട്ടി തിരിഞ്ഞോട്ടാ അച്ഛന് പേരെ പിണങ്ങിയേ. അച്ഛൻ പറഞ്ഞാൽ ഇടിക്കാൻ കൊത്തില്ല. ഞാൻ പറഞ്ഞാൽ ഇടിക്കുന്നു പറഞ്ഞു. റോഡ് ആർക്ക്? ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വരുന്നവർക്ക് ഇന്ന് സാറിന് റോഡേ കൂടെ വന്നുകൂടായിരുന്നു. വണ്ടി എത്ര കെട്ടുകാഴ്ചകളും വ്യാപീസ് ഉണ്ണിസഖാവ് ഇപ്പോഴും പറയും നിങ്ങൾ വെട്ടിയ റോഡാപ്പാത്. നിങ്ങൾ വെട്ടിയ റോഡാണ്. അന്ന് ആരൊക്കെയായിരുന്നു വെട്ടം ഉണ്ടായിരുന്ന ഈ റോഡ്? അപ്പുറത്ത് ദിവാരച്ചാരി പാകുകാരെ ഈ വിജയൻ, ആ വിജയൻ ചാലക്കരയുള്ള പലയൊരു മൊത്തം ഞങ്ങൾ പള്ളിൻ്റെ മലവരിയിൽ നിന്ന് എത്ര സ്റ്റേഷനാണ് വന്നത്. ഏട്ടന്മാർ, അനിയന്മാർ അവരെല്ലാവരും കിളച്ച് വരുത്തേണ്ട കുറച്ചിട്ടങ്ങ് പോത്തേ ഉള്ളു. അങ്ങേ സൈഡ് കന്നെ പിടിക്കണം, ഇങ്ങേ കന്നെ പിടിക്കണം. ആരാ വെട്ടിയത്? തങ്കപ്പ കണ്ടറേക്കാരുണ്ട്. കണ്ടറേക്കാരുണ്ട് ആ വള്ളക്കട കാണുന്ന മീനന്താടിച്ചോട്ട് പോത്തിട്ട് ആ റോട്ട് പള്ളിയും തൊട്ട് ഇങ്ങോട്ടുള്ള റോട്ട് അത് വെട്ടി തെറ്റിക്കുന്നേ. തെറ്റിക്കുന്നേ അമ്പലമല്ലേ? ആ അമ്പലം റോഡ് കെട്ടി സൈഡ് കെട്ടി ഇവിടെ നമ്മള് ചാലി ചെയ്യും. എവിടെ അമ്പലത്തിന്റെ അക്കരക്കര തോടും ചെയ്യും. മെമ്പർക്ക് അവിടെ ബംബോസ് ഉണ്ടായിരുന്നല്ലേ, അവിടെ ഇത്രയും ഞങ്ങൾ പണിഞ്ഞതാ. അന്ന് ആ കാലത്ത് ഈ റോഡ് പറ്റിയത് എല്ലാവരും അല്ല ഇന്ത്യ ബാക്കിയുള്ളവരല്ല. യശോരൻ്റെ ഇടയും യശോരച്ചാരെ മോനും ചെയ്യും. അങ്ങനെ എന്നോട് പറഞ്ഞത് ഒരു പറ്റിയ റോഡാപ്പാൻ ഞങ്ങളെല്ലാം വണ്ടി വെച്ച് ഓടിക്കുന്നത്. അങ്ങനെ പാലച്ചാരും കേട്ടതൊന്നും അവരാരും നിങ്ങളുടെ അടുത്ത് ആരും അല്ല. ആ വീടിൻ്റെ പണി വീടിൻ്റെ പണി കഴിഞ്ഞ ശേഷം കൗൺസിലിൻ്റെ വീടിൻ്റെ വാരം പറ്റിയിരിക്കുന്നത്. അന്ന് ഈ വിജയനൊക്കെ ചെയ്യാനല്ലോ ഉണ്ടോ? അന്ന് അവരുടെ വീട് ഓലയിട്ട വീടല്ലായിരുന്നു. ഞങ്ങൾ 10-12 പേര് വന്നാണ്ട് ആ വീടിന് ഓല എറിയുന്നത് ഞാനാ. അങ്ങേ സൈഡ് ഞങ്ങളുടെ ചേട്ടച്ചാരി, അങ്ങേ സൈഡ് ഞങ്ങള് 3 കോടി 4 കോടിയിലായിട്ട് ഓല പറഞ്ഞ് എറിയണ്ടേ. റൂട്ടൊക്കെ റൂട്ട് തന്ന് കാണണം. ചൂടായി ചിരട്ടി കത്തി ചിരട്ടി കൂട്ടിയാണ്ട് 11 എറിഞ്ഞോടെ എറിഞ്ഞിട്ട് പോകും. അത്രയൊക്കെ അല്ലേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്.